ഇതെന്താ രണ്ടും കൂടെ എങ്ങനെ നിൽക്കുന്നേ? ഇന്ന് അടിയൊന്നും കൂടണ്ടേ? ഓ, ഉറങ്ങാൻ കിടക്കുകയാണ്. എന്താടാ? ആ, ഒഴിച്ചിലിന് വന്നായിരിക്കും. ഓക്കെ. ഓടെ അങ്ങോട്ട് പോയിക്കാണ്. അതാ ഉറങ്ങാൻ കിടന്നവനാണേ. ആ, തുടങ്ങിയല്ലോ. കെട്ടിപ്പിടുത്തവും മറിച്ചിലും. അതാ പുറംകാലിന് തൊഴിക്കുന്നു. അതാ കടിക്കുന്നു. നിന്നിട്ടാണ്. ഒരാൾ നിന്നിട്ട് അടി കൂടുന്നു, മറ്റവൻ കിടന്നിട്ട് അടി കൂടുന്നു. ഞാൻ ആ കല്യാണ കത്ത് നോക്കി മര്യാദയ്ക്ക് അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് അവന്മാർ അടി കൂടിയത്. അപ്പം ഞാൻ വെറുതെ അങ്ങോട്ട് എണീറ്റ് മാറിക്കൊടുത്തതാ. എന്തെങ്കിലും ആവട്ടെ. കണ്ട ഈ വിരിയൊക്കെ ഇവന്മാരാണ് ഇങ്ങനെ ആക്കുന്നത്. വിരിച്ചിട്ടതാ ഞാൻ. അതാ പുറംകാല് കടി പിടിച്ച് വെച്ച് കടിക്കുന്നു. അതാ പുറംകാലിന് 4 തൊഴി. 2 കൈയും അവൻ്റെ മൂക്കിന് വെച്ചിരിക്കുകയാണ്. വായ്ക്കും മൂക്കിനും ഒക്കെ കിട്ടുന്നുണ്ട്. വിക്രമൻ പൂച്ച ഉണ്ടല്ലോ, നല്ല മുതലാണ്. ഈ പിടിക്കുന്ന പിടിയിൽ അവൻ്റെ 10 നഖവും അങ്ങോട്ട് താഴും. എന്താ പാവത്തിൻ്റെ വായിലൊക്കെ. ശരിക്കും ഒരു കടി അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടിക്ക് പോകില്ല. അത് കൊടുക്കൂല. അങ്ങനെ കൊടുക്കൂല. മെല്ലെയാ കടിക്കുക. നല്ല ഒരെണ്ണം കിട്ടിയ ഏതെങ്കിലും പൂച്ച പിന്നെ പോകുമോ? കണ്ടോ, 2 കൈയും വെച്ച് നഖമൊക്കെ ആഴ്ത്തി ഇറക്കുന്നുണ്ട് പാവത്തിന്. ചെവി കടിക്കുന്നു. ചവിട്ട്, കടി, മാന്ത് എല്ലാം കിട്ടുന്നുണ്ട് അതിന്. അടി നല്ലോണം അടിക്കുക. നല്ല ഒരാൾക്ക് വേദന ആകുമ്പോൾ നിർത്തുമല്ലോ. അടിച്ചോ? അതെന്താ കാല് വെച്ച് പൊക്കുന്നേ? കയറി. ഇതിൽ കയറലും കിടക്കലൊന്നുമില്ല കേട്ടോ. അത് പൂച്ചക്കുട്ടൻ മാത്രമേ കയറുള്ളൂ. ഏയ് എന്താണ്ടാ? നമുക്ക് കിടക്കാം. ഇതാ സ്ഥലം. ഈ വീട്ടിൽ എവിടെയൊക്കെ സ്ഥലമുണ്ട്. മുറ്റത്ത്, കൂട്ടിലൊക്കെ സ്ഥലമില്ലേ? ഇതൊന്നും പോരായിട്ട് സെറ്റിയിൽ കയറി കിടക്കുക. ഇറങ്ങടാ താഴെ. ഇവിടെ താഴെ ഇറങ്ങായി. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇവിടെ നിലത്തോട്ട് ഇറങ്ങ്. വാലാട്ടി കാണിക്കണ. ഇറങ്ങടാ താഴെ. സോപ്പൊന്നും വേണ്ട, ഇറങ്ങ്. അങ്ങനെ ഇറങ്ങ്. ഇനി അടുത്തിനി എന്നോട് അതിൻ്റെ ബാക്കി. ഞാൻ ഇറങ്ങാൻ പറഞ്ഞതിന് കടിക്കല്ലടാ എന്നെ. കടിക്കാടാ. മെല്ലെ കടിക്കുള്ളൂ. കടിച്ചാലും വളരെ മെല്ലെ. നമുക്ക് നോവയൊന്നുമില്ല. എന്തേ?